ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് നമ്മുടെ നോയമ്പ് കാലം അടുത്തു വരുന്നു. നോയമ്പ് കാലം അഥവാ തപസ് കാലം എന്നാൽ ദൈവത്തോട് കൂടെ ആയിരിക്കുക, യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തപസ് കാലത്തിൽ ഒരു ധ്യാന വിഷയമാക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നോയമ്പ് സമയത്ത് യേശുവായിട്ട് കൂടുതൽ അടുക്കുക. അപ്പോൾ ഈ തപസ് കാലത്തെ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വസന്തകാലം എന്നാണ്. വസന്തകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അനേകം പൂക്കൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ടി പീഡ സഹിച്ച് വിശുദ്ധ മലയിൽ ഒരു വിരുന്നൊരുക്കിയതാണ് യേശു. തൻ്റെ സ്വജീവൻ മനുഷ്യർക്ക് വേണ്ടി ബലി കഴിപ്പിച്ചതിൻ്റെ അടയാളമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഓർമ്മിക്കുന്നതാണ് വിശുദ്ധ വാരത്തെ, ഈ 50 നോയമ്പിനെ. മനുഷ്യഹൃദയം ആഗ്രഹിക്കുകയാണ്, മനുഷ്യഹൃദയം അഭിലഷിക്കുന്നുണ്ട് ദൈവത്തോട് കൂടെയായിരിക്കുവാനായിട്ട്. അപ്പം നമുക്കും നമ്മുടെ ആത്മാവിനെ എങ്ങനെ വസന്ത കാലമാക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ആ യേശുവിൻ്റെ വിരുന്നിൽ, യേശു സ്വയം ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി തരുന്ന ആ വിശുദ്ധ വിരുന്നിലേക്ക് നമുക്കും പ്രവേശിക്കാൻ സാധിക്കും? ആ വിശുദ്ധിയോടെ നമുക്ക് ആ ഉപവാസത്തെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഇതൊക്കെയാണ്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും എല്ലാ മർദ്ദകരെയും സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുക. അപ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോൾ യേശുവിനോട് കൂടെ ഉപവസിക്കുകയാണെങ്കിൽ, യേശുവിനോട് ചേർന്ന ഒരു അനുതാപം ഉള്ള ഹൃദയം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 50 നോയമ്പെടുക്കുക. അതാണ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലെ ആ ദുഷ്ടതയുടെ അനേകം കെട്ടുകൾ നമുക്കുണ്ട്, പാപത്തിൻ്റെ കെട്ടുകൾ നമുക്കുണ്ട്. ഈ കെട്ടുകളെ പൊട്ടിക്കുവാൻ നമ്മളും കൂടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മിൽ ദൈവരാജ്യം ഉണ്ടാകുക, നമ്മിൽ ദൈവരാജ്യം സ്ഥാപിതമാകുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. ഇവയെല്ലാം നമ്മുടെ ആത്മാവിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ വസന്തകാലമുണ്ടാകുക. പരിശുദ്ധാത്മാവിന് വന്ന് വസിക്കാനുള്ള ആലയമായിട്ട് നമ്മുടെ ആത്മാവും ശരീരവും മാറുന്നപ്പോഴാണ്, പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുമ്പോഴാണ്, ദുഷ്ടതയുടെ കെട്ടുകൾ നമ്മിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ, നുകത്തിൻ്റെ കയറുകൾ അഴിയുമ്പോൾ, മർദ്ദകരെ സ്വതന്ത്രരാക്കുമ്പോൾ, എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതാണ് ഈ ഉപവാസം. കാരണം ഈശോയിലൂടെ മാത്രമാണ് ഇത് സാധിക്കുക. അതാണ് യേശു വന്നിട്ട് യേശു ആദ്യം നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ യേശുവിനോട് ചേരുവാൻ, യേശുവിൽ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിച്ച് എല്ലാ ദുർനടപടികളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകുവാൻ സ്വയം ആഗ്രഹിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ആ സൽപ്രവൃത്തി നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഈ വർഷത്തെ ഉപവാസത്തെ, ഈ വർഷത്തിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ആത്മാവിന് പുഷ്ടിയുള്ളതാക്കുവാൻ, നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട്, അതാണ് ഈ ആത്മാവിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഭക്ഷണം. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്നാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുക. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം നേടിയാലും
നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി നമ്മൾ ഈ നോയമ്പ് കാലത്തിൽ കൂടുതലും ദൈവത്തോട് കൂടെയായിരിക്കാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉപവാസം, അത് യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരാഗ്രഹം, പാപത്തിൽ നിന്നുള്ളൊരു വിടുതൽ. അതിനാണ് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ സഭ കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു വലിയ രഹസ്യമുണ്ട്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ നമ്മളോട് പറയുന്നത് എന്തിനാണ്? ഈ യേശുവിനുള്ള അനുതാപത്തിലൂടെ നമ്മൾ സ്വീകരിക്കാൻ, യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ ആ അനുതാപത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കുമ്പസാരം എന്ന കൂദാശ എടുക്കുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം നമ്മളെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാപത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ് യഥാർത്ഥ ഉപവാസം. ഈ ഉപവാസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുവരാം. അതാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ അടിമപ്പെടുത്തുന്ന അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ വ്യക്തിയും പല തരത്തിലാണ് അടിമപ്പെടുത്തുക. കാരണം ഈ അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് ഈശോയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ആ യേശുവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഈ സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മളെ പിടികൂടിയിരിക്കുന്ന ആ അടിമത്തത്തിൽ നിന്ന് യേശുവിലൂടെ നമ്മൾ സ്വതന്ത്രരാകണം. മിസ്റ്റർ പത്രോസ്ലിയ പറയുന്നുണ്ട്, 2 പത്രോസ് 2:19 തിരുവചനത്തിൽ പറയുകയാണ്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. ഏത് പാപത്തിനാലാണ് നമ്മൾ തോൽപ്പിക്കപ്പെടുക എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നോയമ്പിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഒരുവൻ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന് അടിമയായിരിക്കും. കാരണം ആ അടിമത്തമായിരിക്കും നമ്മളെ ഭരണം നടത്തുക. അപ്പോൾ ഈ അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനമാണ് നമുക്ക് ഈ നോയമ്പ് കാലത്തിൽ സ്വീകരിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിന് അടിമയായിരിക്കും, ഈ ലോക വസ്തുക്കൾക്ക് നമ്മൾ അടിമയായിരിക്കും, അതുപോലെ മദ്യം, മയക്കുമരുന്ന്, പല പാപങ്ങൾ, ചിലപ്പം വ്യർത്ഥ ഭക്ഷണത്തിൽ നമ്മൾ അടിമയായിരിക്കും. അല്ല, വ്യക്തികളിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ പറ്റുകയില്ലാത്ത ചിലതരം അടിമത്തം നമുക്കുണ്ട്. ചില വ്യക്തികളെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടാകും. ആ എന്ത് നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നോ നമ്മൾ അതിൻ്റെ അടിമയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ക്രിസ്തുവിൻ്റെ അടിമയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയ നാം അവിടുത്തെ എപ്പോഴും അടിമയായിരിക്കണം. ആ ഒരു അടിമത്തം നമുക്കായി യേശുവിൻ്റെ അടിമയാകുവാനായിട്ട്, യേശുവിൻ്റെ അടിമത്തം നമ്മൾ സ്വീകരിച്ചാൽ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ്. ആ ഈശോയെ നമ്മൾ സ്വീകരിച്ചാൽ, അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-30 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. കാരണം എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പോൾ ആ യേശുവിനോട് കൂടെയുള്ള ആ നുകം നമ്മൾ സ്വീകരിക്കുമ്പോൾ, യേശുവിനോട് കൂടെയുള്ള ആ വിശുദ്ധ ജീവിതം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ നുകം വഹിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്, വളരെ ശാന്തമാണ്. അപ്പം നമ്മുടെ ഈ അടിമത്തം നമ്മൾ ഈ കണ്ടുപിടിച്ച് ഈ ഉപവാസത്തിലൂടെ നമ്മൾ പരിശ്രമിക്കുക. കാരണം 1 കൊരിന്ത്യർ 10:13 തിരുവചനത്തിൽ മിസ്റ്റർ പൗലോസ്ലിയ പറയുന്നുണ്ട്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കാരണം ദൈവം വിശ്വസ്തനാണ്. കാരണം നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് ഒന്നും ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. കാരണം നമ്മൾ ആ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി കഴിയുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ആ ദൈവം നമുക്ക് തരും. അപ്പം എത്ര ബലഹീനതയാണെങ്കിലും അതുകൊണ്ട് നമ്മൾ ഈ നോയമ്പ് കാലത്ത് നമ്മളെ ഏറ്റവും ബലഹീനമാക്കുന്ന പ്രവൃത്തി, ബലഹീനമാക്കുന്ന പാപം എന്താണ് എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ പരിപൂർണമായിട്ടും അകറ്റുവാൻ, നമ്മൾ ഈ നോയമ്പ് കാലം കഴിയുമ്പം വീണ്ടും അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല, യേശുവിനോട് ചേർന്ന് നമ്മൾ ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ദൈവം നമുക്ക് തരും.
അത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. പക്ഷേ നമ്മളും കൂടി പരിശ്രമിക്കണമെന്ന് മാത്രം. തോബത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് തരിക. ഉപവാസം, ദാനധർമ്മം, നീതി, ഇത് 3ഉം കൂടെ ആകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിക്കുക. അതുപോലെ തന്നെ യോനാ പ്രവാചകൻ്റെ പുസ്തകം നമുക്കറിയാം. യോനാ പ്രവാചകനോട് ദൈവം നിനേവെ എന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. യോന മടിക്കുകയാണ് അങ്ങോട്ട് പോകാൻ. കാരണം അത്രമാത്രം ഹൃദയ കാഠിന്യമുള്ളൊരു സ്ഥലമായിരുന്നു. ദൈവം യോനയെ അങ്ങോട്ട് അയക്കുകയാണ്. കാരണം അസാധ്യമായ ഒരു കാര്യമായിരുന്നു അവരുടെ മാനസാന്തരം. പക്ഷേ ദൈവം അയക്കുമ്പോൾ യോന ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുകയാണ്. ഒളിച്ചോടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യോനയെ എടുത്ത് കടലിലേക്ക് എറിയുക. അവിടെ നിന്ന് യോനയെ ഒരു മത്സ്യം വിഴുങ്ങുന്നുണ്ട്. 3 രാവും 3 പകലും യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കുകയാണ്. അതിനുശേഷമാണ് യോന നിനേവയിലേക്ക് പോവുക. അവിടെ പോയി അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ്. അവരെ ചാക്കൊടുത്ത് അനുതപിച്ച് ദൈവത്തെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് അസാധ്യമെന്ന് പറയുന്ന പല കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുകയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുതപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. യോന 3 ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ജീവിതവും ആ യേശുവിനോട് ചേർക്കുവാനായിട്ട്, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഒന്ന് ലയിച്ചു പോകുവാനായിട്ട്, ഈ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാംസമാക്കുമ്പോൾ, ഓരോ വചനത്തെയും നമ്മൾ അനുസരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് എന്താ സംഭവിക്കുക? ആ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മധുരമായി മാറും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുക. അതാണ്, അങ്ങയുടെ വചനം എനിക്ക് തേനിനെയും തേൻ കട്ടയേക്കാളും മധുരമാണ്. ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് തേനും തേൻകട്ടയുമായി മാറുകയാണ്. നമ്മൾ എത്ര പാപം ചെയ്താലും കർത്താവ് എപ്പോഴും നമ്മളെ സ്വീകരിക്കാനായിട്ട്, ആ ഈശോയുടെ പീഡാനുഭവത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴിക്കകത്തൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അവിടുത്തെ പ്രസാദിപ്പിക്കാൻ അങ്ങേ പുത്രൻ്റെ പീഡകൾ ധാരാളം മതിയല്ലോ. കാരണം ആ പുത്രൻ്റെ പീഡകളിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും രക്ഷ ലഭിക്കും, വിശുദ്ധി ലഭിക്കും, ദൈവീക കാരുണ്യവും സ്നേഹവും ലഭിക്കും. യേശുവിൻ്റെ കുരിശിലോട്ട് നമുക്ക് നോക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുരിശിൽ നിന്നാണ് നമുക്ക് ജീവൻ. ആ കുരിശിനെ സ്വന്തമാക്കി ഈ നോയമ്പ് കാലത്തിൽ ഒരു നല്ല തീരുമാനമെടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണമേ. അതിന് നമ്മൾ ഒരു കാര്യം അപേക്ഷിക്കണം ഈശോയോട്. നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ദൈവമേ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. ആ കർത്താവിലുള്ളൊരു ആശ്രയം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ആ ദൈവത്തെയും കൂടെ നമ്മൾ സഹായത്തിനായിട്ട് വിളിച്ചുകൊണ്ട് ആ സൽപ്രവർത്തികൾ നമ്മിൽ ആരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട്, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ ഏറ്റവും വിശുദ്ധി കൊണ്ട് നിറച്ചുകൊണ്ട് ആ വസന്തകാലം നമ്മുടെ ആത്മാവിന് നല്ലൊരു വസന്തകാലമാക്കി മാറ്റുവാൻ ഈ നോയമ്പ് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.